ഹായ് സുഹൃത്തുക്കളെ, ശരത്താണ്. നമ്മളിന്ന് സംസാരിക്കുന്നത് സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ഫുഡ് ഡെലിവറി യൂണിറ്റുകളിൽ ഡെലിവറി ബോയായി ജോലി ചെയ്യുന്നത് ലാഭമോ അതോ നഷ്ടമോ എന്നതിനെ കുറിച്ചാണ്. സ്വിഗ്ഗി, സൊമാറ്റോ എന്നിങ്ങനെ വേർതിരിച്ച് കാണേണ്ട ആവശ്യമില്ല. ഒരമ്മയുടെ രണ്ട് മക്കൾ എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ എന്ന് പറയുന്നത് പോലെ ഇവർ തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്ന് സ്വിഗ്ഗിയുടെ കാര്യം എടുക്കാം. ഒരു ഡെലിവറി ബോയ്ക്ക് ഒരു ദിവസം സ്വിഗ്ഗി എങ്ങനെയാണ് കാശ് കൊടുക്കുന്നതെന്ന് നോക്കാം. പ്രത്യേകിച്ച് ഓഫറുകളൊന്നും ഇല്ലാത്ത ഒരു സാധാരണ ദിവസമാണെങ്കിൽ സ്വിഗ്ഗിയിൽ ഓടുന്ന ഒരു ഡെലിവറി ബോയ്ക്ക് ഹോട്ടലിലേക്ക് പാഴ്സൽ എടുക്കാൻ പോകുന്നതിന് കിലോമീറ്ററിന് 5 രൂപയും ഹോട്ടലിൽ നിന്ന് പാഴ്സൽ എടുത്ത് കസ്റ്റമറിന്റെ കയ്യിൽ എത്തിക്കുന്നതിന് കിലോമീറ്ററിന് 6.5 രൂപയുമാണ് കൊടുക്കുന്നത്. അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇത് ആ ജോലിക്കാരന് കൊടുക്കുന്ന ട്രാവൽ അലവൻസ് ആണെന്ന്. ഒരിക്കലും അല്ല. ഇതാണ് ആ ജോലിക്കാരന്റെ മൊത്ത ശമ്പളം എന്ന് പറയുന്നത്. അവന്റെ പെട്രോൾ അടി, അവന്റെ ആഹാരം, അതുപോലെ തന്നെ അവന്റെ വണ്ടിയുടെ മെയിൻ്റനൻസ്, ഇതെല്ലാ കാര്യങ്ങളും ഈ പറയുന്ന കിലോമീറ്റർ കാശിൽ നിന്നാണ് അവൻ കണ്ടെത്തേണ്ടത്. ഈ 6.5 രൂപയുടെ 5 രൂപയുടെ ഒരു ആവറേജ് നമുക്ക് കണക്കിലെടുത്ത് നോക്കുമ്പോൾ ഏകദേശം 5.25 രൂപയാണ് ഒരു കിലോമീറ്ററിന് അവന് കിട്ടുന്നത്. അങ്ങനെ ആകുമ്പോൾ 100 കിലോമീറ്ററിന് 575 രൂപയാണ് അവന്റെ വരുമാനം എന്ന് പറയുന്നത്. സാധാരണയായിട്ട് മിക്കവാറും ഉള്ള ആളുകൾ പോകുന്നത് ഹോണ്ട ആക്റ്റീവ, ഡിയോ, അതുപോലുള്ള നമ്മുടെ ഈ ലേഡീസ് വെഹിക്കിൾ കാറ്റഗറിയിൽ പെടുന്ന വാഹനങ്ങളിലാണ്. സ്വിഗ്ഗിയുടെ തന്നെ പരസ്യത്തിൽ പോലും അവർ കാണിച്ചിരിക്കുന്നതും ഇത്തരം വാഹനങ്ങൾ തന്നെയാണ്. നമ്മൾ ഇത്തരം ഡെലിവറി യൂണിറ്റുകളിൽ ജോലി ചെയ്യുമ്പോൾ ഈ ട്രാഫിക് ബ്ലോക്ക് ഉള്ളത് കൊണ്ടും നമ്മൾ ഈ ലൊക്കേഷൻ മാപ്പ് നോക്കിയൊക്കെ പോകുന്നത് കൊണ്ടും ചില സമയങ്ങളിൽ ചിലപ്പോൾ ഒരു അല്പ ദൂരം ഫ്രണ്ടിലേക്ക് പോയിട്ട് ഒരു 200-300 മീറ്റർ വീണ്ടും തിരിച്ചൊക്കെ വരേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഡെലിവറി യൂണിറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു 40-42 മൈലേജിൽ കൂടുതൽ കിട്ടാറേ ഇല്ല എന്നുള്ളതാണ് സത്യം. ആവറേജ് നമുക്കൊരു 40 മൈലേജ് ഇത്തരം വാഹനങ്ങൾക്ക് കണക്ക് കൂട്ടുകയാണ് എന്നുണ്ടെങ്കിൽ 1 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യാനായിട്ട് ഏകദേശം 3 രൂപ നമുക്ക് ചെലവ് വരും. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ പെട്രോളിന് ഏകദേശം 110 രൂപ അടുപ്പിച്ചിപ്പോ വിലയുണ്ട്. പ്രത്യക്ഷമായിട്ട് നമുക്കുണ്ടാകുന്ന ചെലവ് ഈ പെട്രോൾ ചെലവ് മാത്രമാണ് എന്ന് തോന്നുമെങ്കിലും ഇതിന് പിറകിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വേറൊരു വലിയൊരു ചെലവുണ്ട്. നമ്മുടെ വണ്ടിയുടെ മെയിൻ്റനൻസ്. നമ്മൾ നമ്മുടെ സ്വന്തം വണ്ടിയിലാണ് ഇത്തരം ജോലികൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു 2000 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ ഇതിന്റെ ഓയിൽ ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ ചിലപ്പോൾ ഇതിന്റെ ബ്രേക്ക് ഷൂവിന് വരുന്ന പ്രശ്നങ്ങൾ, ടയർ മാറുന്നത്. കാരണം ഒരു ആക്റ്റീവ പോലുള്ള വണ്ടികൾക്ക് ഒരു 12,000-15,000 കിലോമീറ്ററിനകത്ത് നമ്മൾ എന്തായാലും നല്ല ടയറൊക്കെ മാറി വരും. അപ്പൊ ഇത്തരം നമ്മുടെ ചെലവുകൾക്ക് വേണ്ടി ഒരു വണ്ടിയുടെ മെയിൻ്റനൻസ് ചെലവിന് വേണ്ടി കിലോമീറ്ററിന് നമ്മൾ 1 രൂപയെങ്കിലും നമ്മൾ മാറ്റി വെച്ചിരിക്കണം. അങ്ങനെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും നമ്മളൊരു ഡെലിവറി ജോലിക്ക് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ചെലവ് എന്ന് പറയുന്നത് കിലോമീറ്ററിന് 4 രൂപയാണ്. പിന്നെ ഇതിന് പുറമെ ഒരു ചെലവെന്ന് വെച്ചാൽ ഈ സോണിനകത്ത് അല്ല താമസിക്കുന്ന ആളുകളാണെങ്കിൽ ഈ അവരൊരു സോൺ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന സോണിനകത്ത് നമ്മൾ കയറിയാൽ മാത്രമേ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മൾ താമസിക്കുന്നത് ഇവർ പറയുന്ന സോണിൽ നിന്ന് ഒരു 7-8-10 കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ ഈ സോണിലേക്ക് എത്തുന്നതിനും ഇവിടെ നിന്ന് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നതിനും സാധാരണ നമ്മൾ ഏതെങ്കിലുമൊക്കെ ജോലികൾക്കൊക്കെ പോകുമ്പോൾ ചെലവാകുന്നത് പോലെ തന്നെ നമുക്ക് പെട്രോൾ ചെലവ് അഡീഷണൽ ആണ് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. പിന്നെ ഉണ്ടാകുന്ന ചെലവുകൾ എന്ന് പറയുന്നത് സാധാരണ ചെലവുകളാണ്. നമ്മൾ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ദാഹിച്ച് വെള്ളം വാങ്ങിച്ചു കുടിക്കുന്നതോ അല്ലെങ്കിൽ വിശക്കുമ്പോൾ ആഹാരം കഴിക്കുന്നതോ, ഇതൊക്കെ നമ്മൾ വേറെ ഏത് ജോലിക്ക് പോയാലും നമുക്കുണ്ടാകുന്ന ചെലവുകളാണ്. എങ്കിലും നമുക്ക് അതൊക്കെ ഇവിടെ അത്തരം ചെലവുകളൊക്കെ നമുക്ക് ഒഴിവാക്കാം. എങ്കിലും നമുക്ക് പെട്രോളിന്റെ ചെലവ് 3 രൂപയും നമ്മുടെ വണ്ടിയുടെ മെയിൻ്റനൻസ് ചെലവ് 1 രൂപയും കണക്കാക്കിയാൽ തന്നെ കിലോമീറ്ററിന് 4 രൂപ നമുക്ക് ചിലവ് വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഈ ചെലവ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വരവും നമുക്കുണ്ടാകുന്ന ഈ ചിലവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഒരു ദിവസം ശരാശരി 100 കിലോമീറ്റർ ഓടുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. നമുക്കൊരു 100 കിലോമീറ്റർ കാൽക്കുലേഷനിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു പോകാം. 100 കിലോമീറ്റർ ഓടുന്നതിന് നമുക്ക് പെട്രോൾ വിത്ത് നമ്മുടെ വണ്ടി മെയിൻ്റനൻസ് ചേർത്ത് 400 രൂപ ചെലവാകുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് മൊത്തം കിട്ടിയത് 575 രൂപ, നമ്മുടെ ചെലവ് 400 രൂപ, നമ്മുടെ വരവ് എന്ന് പറയുന്നത് 175 രൂപയാണ്. 575 രൂപ വരുമാനമുള്ള ഒരു സ്വിഗ്ഗിയുടെ ഡെലിവറി പാർട്ണറിന് സ്വന്തമായിട്ടുള്ള ഏണിങ്സ് എന്ന് പറയുന്നത് 175 രൂപയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 100 കിലോമീറ്റർ ഓടുന്നതിന് ചില ദിവസങ്ങളിൽ അവൻ 10-12 മണിക്കൂർ ചെലവഴിക്കേണ്ടി വരും. നമ്മുടെ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ച ഒരു തൊഴിൽ സമയമുണ്ട്, 8 മണിക്കൂർ എന്ന് പറയുന്നത്. ഈ 8 മണിക്കൂർ ഓടിക്കഴിഞ്ഞാൽ മിക്കവാറും ഉള്ള ഓഫറുകളൊന്നും ഇല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ ഒരു സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളിന് പരമാവധി ഓടാൻ കഴിയുന്നതാണ് ഒരു 600 രൂപയ്ക്ക്. എന്ന് വെച്ചാൽ ഒരു 100-110 കിലോമീറ്റർ. മിക്കവാറും ഒക്കെ നമ്മൾ ഈ പരസ്യങ്ങളിലൊക്കെ കാണാറുണ്ട്, എനിക്കിന്ന് 1500 രൂപ കിട്ടി,
എനിക്ക് 1300 രൂപ ഏണിങ്സ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് മിക്കവാറും ഉള്ള പരസ്യങ്ങൾ, ഇവർ തന്നെ ആളുകളെ കൊണ്ട് ചെയ്യിക്കുന്ന പരസ്യങ്ങൾ, ചില സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ചില ആളുകളുണ്ട്, പയ്യന്മാരുണ്ട്, അമ്മമാരിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് 1200 കിട്ടി, 1500 കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ 1500 കിട്ടുന്നത് അവൻ 8 മണിക്കൂർ, സാധാരണ ഒരു മനുഷ്യൻ ജോലി ചെയ്യേണ്ട സമയം ജോലി ചെയ്തിട്ടല്ല, അവൻ അതിന്റെ ഇരട്ടിയോ അതിൽ കൂടുതലോ, ചിലപ്പോ 15, 16, 18 മണിക്കൂർ അവന്റെ ജീവിതത്തിൽ അവൻ ഇങ്ങനെ വണ്ടി ഓടിക്കൊണ്ടേയിരിക്കും. രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ സ്വിഗ്ഗിയിൽ ഡെലിവറി ബോയ് ആയിട്ട് പോകുന്ന ആളുകൾ എനിക്കറിയാം. കാരണം ഇത്രയും നേരം ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് സാധാരണ ഒരാളിന്, നമ്മുടെ പുറത്ത് കൂലിപ്പണിക്കൊക്കെ പോകുമ്പോൾ പെയിന്റിങ്ങിന്റെ പണിക്കോ കൊത്തന്റെ കയ്യാളായിട്ടൊക്കെ പോകുന്ന പയ്യന്മാർക്ക് ഏത് ജോലിക്ക് പോയാലും ഒരു ദിവസം രാവിലെ 8 മണിക്ക് ജോലി കയറി കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്കും അവന് 1000 1100 രൂപ ശമ്പളം കിട്ടും, അല്ലേ? എന്ന് വെച്ചാൽ ഉച്ചത്തെ ഈ ഊണിന്റെ സമയമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കൃത്യം 8 മണിക്കൂറാണ് ഒരു വ്യക്തി രാവിലെ 8 മണിക്ക് ജോലിക്ക് കയറുകയാണെങ്കിൽ അവൻ ചെയ്യുന്ന ജോലി സമയം. അപ്പോൾ അവന് കിട്ടുന്ന 1000 1100 രൂപ, ഒരു പൈസ ചെലവില്ല. ഈ പറഞ്ഞ സ്വിഗ്ഗിയിൽ ഓടുമ്പോഴുള്ള ചെലവുകൾ, ഈ പറഞ്ഞ പെട്രോൾ ചെലവുകളോ വണ്ടി മെയിൻ്റനൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അവന് ഈ കാശ് മൊത്തത്തിൽ അവന്റെ കയ്യിൽ കിട്ടുന്നു, അല്ലെ? പക്ഷെ ഈ സ്വിഗ്ഗിയിലെ ഡെലിവറി ബോയ് ആയിട്ട് ചെയ്യുന്ന ഒരാള് 1200 രൂപ അവൻ ഒരു ദിവസം ഏണിങ്സ് ഉണ്ട് എങ്കിൽ പോലും ചിലപ്പോൾ അവന്റെ വരുമാനമായിട്ട് അവന് കിട്ടുന്നത് 375 രൂപയോ 400 രൂപയായിരിക്കും. ബാക്കി അവന്റെ ചെലവായിരിക്കും. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കയ്യിലുള്ള പെട്രോൾ വാഹനവുമായിട്ട് സ്വിഗ്ഗിയിൽ ഡെലിവറി വർക്ക് ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് സ്വയം മനസ്സിലാക്കുക. ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടോ, ഈ പെട്രോൾ വണ്ടിയിലല്ലേ ഈ പെട്രോൾ അലവൻസിന്റെ പ്രശ്നമുള്ളൂ, ഒരു ഇലക്ട്രിക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന കാശ് എല്ലാം ലാഭമല്ലേ, ജസ്റ്റ് മെയിൻ്റനൻസിന് മാത്രമായിട്ട് കിലോമീറ്ററിന് 1 രൂപ മാറ്റി വെച്ചാൽ മതിയല്ലോ എന്ന് ചിന്തിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ വണ്ടിയേക്കാൾ വമ്പൻ നഷ്ടമായിരിക്കും നിങ്ങൾ ഒരു ഇലക്ട്രിക് വണ്ടി എടുത്താൽ. ഒരു ഫുഡ് ഡെലിവറി ബോയ് ആയിട്ട് നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നെങ്കിൽ, ഇലക്ട്രിക് വണ്ടി എടുക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും, കൂടുതൽ നഷ്ടം. എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു ഡെലിവറി ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു 2 വീലർ മേടിക്കണമെങ്കിൽ ഒരു 20,000 25,000 കൊടുത്തു കഴിഞ്ഞാൽ നല്ല കണ്ടീഷനുള്ള ഒരു വണ്ടി കിട്ടും, നിങ്ങൾക്കത് ഉപയോഗിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഒരു ഇലക്ട്രിക് വണ്ടി, ഒരു 130 140 കിലോമീറ്റർ മൈലേജ് ഉള്ള ഒരു ഇലക്ട്രിക് വണ്ടി വാങ്ങണമെങ്കിൽ മിനിമം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 1.5 ലക്ഷം രൂപ ശരാശരി ചാർജ് ആവും. ചില വണ്ടികൾക്ക് 1,70,000, ചിലതിന് 1.30 1.40 പല വിലയ്ക്കുണ്ടെങ്കിലും ഒരു ശരാശരി വിലയാണ് ഞാൻ പറയുന്നത്. 1.5 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും നിങ്ങൾ ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കുന്നത്, അല്ലെ? അപ്പൊ ഇങ്ങനെ ഈ ഒരു ഭീമമായ തുക നിങ്ങൾ ആദ്യം മുടക്കേണ്ടി വരും. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഈ 1.5 ലക്ഷം രൂപയുടെ ബാങ്ക് ഇൻട്രസ്റ്റ് തന്നെ ചിലപ്പോൾ മാസം 1000 1100 രൂപ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു കാശാണ് നമ്മൾ അവിടെ കൊണ്ട് ഈ വണ്ടിക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ഈ ഇലക്ട്രിക് വണ്ടികളുടെ ബാറ്ററിയുടെ വില അറിയാം, ഭീമമായ തുകയാണ്. 50,000 60,000 രൂപയൊക്കെയാണ് വിലയുള്ള ഒരു ബാറ്ററി. ഒരു ദിവസം 100 കിലോമീറ്റർ വെച്ചിട്ട് ഒരു വർഷം 365 ദിവസത്തിൽ 65 ദിവസം വിടാം. ബാക്കി 300 ദിവസം ജോലി ചെയ്യുമ്പോൾ 30,000 കിലോമീറ്റർ ഒരുത്തൻ ഓടിക്കഴിഞ്ഞു, അല്ലെ? ഈ ഒരു പുതിയ ഇലക്ട്രിക് വാഹനം എടുത്തിട്ട് 30,000 കിലോമീറ്റർ ആണ് മിക്കവാറും ഉള്ള കമ്പനികളൊക്കെ ഈ ബാറ്ററിക്ക് വാറന്റി കൊടുക്കുന്നത്. അപ്പോൾ അതോടുകൂടി ഒരു വർഷമാകുമ്പോൾ തന്നെ നിങ്ങളുടെ ബാറ്ററിയുടെ വാറന്റി കഴിയുന്നു. മാത്രമല്ല, ഒരു ദിവസം 100 കിലോമീറ്റർ വെച്ച് ഒരു വർഷം കൊണ്ട് തന്നെ 30,000 കിലോമീറ്റർ ഒക്കെ ഓടിക്കുമ്പോൾ ഇതിന്റെ ബാറ്ററിയൊക്കെ ഏകദേശം റെഡിയായി തുടങ്ങും. നിങ്ങളുടെ കഷ്ടകാലത്തിന് ഇതിന്റെ ബാറ്ററി അടിച്ചു പോയി എന്ന് വെച്ചു, ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഈ ഭീമമായ തുക കൊടുത്ത് 50,000 60,000 രൂപ കൊടുത്ത് ഒരു ബാറ്ററി അഡീഷണൽ മേടിച്ച് വെക്കേണ്ടി വരും. എൻ്റെ ഒരു സുഹൃത്തിന്റെ അനുഭവം എന്തെന്ന് വെച്ചാൽ, അവന്റെ വണ്ടി 2 വർഷത്തിനകത്ത് 3 തവണ മോട്ടോർ ഡാമേജ് ആയി. അപ്പൊ ഈ 3 തവണ മോട്ടോർ ഡാമേജ് ആയതും ഈ മോട്ടറിന്റെ വില 25,000 30,000 രൂപയാണ്. അപ്പൊ ഈ മോട്ടോർ വാറന്റി പീരീഡിൽ ആയിരുന്നത് കൊണ്ട് മാത്രമാണ് അവനും മാറ്റി കിട്ടിയത്. പക്ഷേ ഈ 30,000 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പിന്നെ മോട്ടോർ വാറന്റിയും കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഈ കാശ് നിങ്ങൾ ചിലപ്പോൾ അഡീഷണൽ ആയിട്ട് ചെലവാക്കേണ്ടി വന്നേക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഈ ഇലക്ട്രിക് വാഹനം എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ ഭീമമായ ഒരു തുക ചിലപ്പോൾ ഇതിനു വേണ്ടി കണ്ടെത്തേണ്ടി വന്നേക്കും. പിന്നെ ഇതിനു പുറമെ നിങ്ങൾക്ക് ഇത് ചാർജ് ചെയ്യുന്നതിന് നിങ്ങളുടെ ഇലക്ട്രിസിറ്റിയിൽ അതിനനുസൃതമായ ബില്ല് നിങ്ങൾക്ക് കൂടുതൽ വരുമെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പുതിയ ഇലക്ട്രിക് വാഹനം എടുത്തുകൊണ്ട് ഈ ഒരു ഡെലിവറിക്ക് വേണ്ടി ഇറങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പെട്രോൾ വണ്ടിയിൽ ഓടുന്നതിനേക്കാളും ഒരു പക്ഷേ നിങ്ങൾക്ക് നഷ്ടമായിരിക്കാൻ സംഭവിക്കുന്നത്. നമ്മളിങ്ങനെ കണക്ക് കൂട്ടി നോക്കും. നിങ്ങൾ മറ്റേ വണ്ടിക്ക് പെട്രോൾ അടിക്കുന്നു, ഇലക്ട്രിക് വണ്ടിക്ക് CC അടയ്ക്കുന്നു, അത്രേ ഉള്ളൂ. ചിലപ്പോൾ ഒരു 25,000 30,000 രൂപ കൊടുത്ത് നിങ്ങളൊരു വണ്ടി ബുക്ക് ചെയ്ത് എടുക്കുന്നു. ഏകദേശം 1,20,000 രൂപ വരെ അടവുണ്ടായിരിക്കും. ഈ അടയ്ക്കാനായിട്ട് ഒരു 3 വർഷം കൊണ്ടായിരിക്കും അടച്ചു തീരേണ്ടത്. ഈ അടവിനായിട്ട് നിങ്ങൾ ചിലപ്പോൾ മാസം 3,500 4,000 രൂപ വീതം നിങ്ങൾ ചെലവഴിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു വ്യത്യാസം. ചില ദിവസങ്ങളിൽ ഇവര്
ഓഫറുകൾ കൊടുക്കാറുണ്ട്. 25 രൂപ, 30 രൂപ, 40 രൂപയൊക്കെ പെർ അഡീഷണൽ കാശ് കൊടുക്കാറുണ്ട്. പക്ഷേ ആ ദിവസങ്ങളിൽ സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും മഴയുള്ള സമയത്താണ് ഇത്തരം ഓഫർ കിട്ടുന്നത്, റെയിൻ സർജ് എന്ന് പറയും. അപ്പൊ ഈ മഴയുള്ള സമയത്ത് ഓടുമ്പോഴും ഇതേ പ്രശ്നമുണ്ട്. നമ്മൾ എങ്ങനെയൊക്കെ കവറുകളിലും പാക്കറ്റുകളിലൊക്കെ സൂക്ഷിച്ചാലും നമ്മുടെ മൊബൈൽ ഫോൺ ഡാമേജ് ആകാനുള്ള, വെള്ളം കയറി ഡാമേജ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. മഴ നനഞ്ഞ് പനി പിടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇത് മാത്രവുമല്ല, ഈ സമയത്ത് നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ നമുക്ക് ഈ നമ്മുടെ മാപ്പ് നോക്കിയല്ലേ നമുക്ക് പോകാനുള്ളത്. അപ്പൊ ഈ മഴയത്ത് നമ്മുടെ വണ്ടിയിൽ വെച്ചേക്കുന്ന ഈ ഫോണിലുള്ള മാപ്പ് നമുക്ക് ചിലപ്പോൾ കൃത്യമായി കിട്ടണമെന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ മേഘങ്ങളൊക്കെ ഇരുണ്ട് കൂടി നിൽക്കുന്ന സമയമാണെങ്കിൽ ഇന്റർനെറ്റ് കിട്ടാൻ സാധ്യത കുറവാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ സാധാരണ ദിവസം ഒരു 8 മണിക്കൂർ കൊണ്ട് ഒരു 100-120 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 15-20 ഡെലിവറി കൊടുക്കാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ദിവസം അവനെ കൊണ്ട് അതിന്റെ ഒരു പകുതിയെ കൊടുക്കാൻ പറ്റൂ. അപ്പൊ ആ രീതിയിൽ നോക്കിയാലും ഈ കൂടുതൽ കിട്ടുന്ന കാശ് എന്ന് പറയുന്നത് ഡെലിവറിയുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ നഷ്ടമായിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, ഈ മഴ ആയതുകൊണ്ട് തന്നെ മിക്കവാറും ഈ മറ്റു പണിക്ക് പോകുന്ന പയ്യന്മാരുണ്ട്. ഏതാണ് ഈ കൊത്തപ്പണിക്ക് പോകുന്നത്, അതുപോലുള്ള മറ്റ് കൂലിപ്പണികൾക്ക് ഡെയിലി ഒരു 1000 രൂപ ശമ്പളം കിട്ടുന്ന ജോലികൾക്ക് പോകുന്ന ചില പയ്യന്മാരും ഇതിൽ ഒരു അക്കൗണ്ട് എടുത്തിട്ടേക്കും. കാരണം എന്താണ്, ഇവർക്ക് പണിയില്ലാതെ വരുന്ന ദിവസങ്ങളിൽ ഇതിലേക്ക് പോയാൽ മതിയല്ലോ, അപ്പൊ കിട്ടുന്നതായല്ലോ. അല്ലെങ്കിൽ പണി കഴിഞ്ഞിട്ടുള്ള വൈകുന്നേര സമയങ്ങളിൽ, ഇല്ലെങ്കിൽ ഏർലി മോർണിംഗിന് ഒക്കെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തിട്ടേക്കുന്ന പയ്യന്മാരുണ്ട്. അപ്പൊ ഈ മഴയുള്ള ദിവസങ്ങളാണെങ്കിൽ അവർക്ക് പണി കാണില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, ഇവരും കൂടി അങ്ങ് ഇറങ്ങും. സാധാരണ രീതിയിൽ ഒരു യൂണിറ്റിൽ, ഒരു ഏരിയയിൽ മൊത്തത്തിൽ 100 പേരാണ് ഉള്ളതെങ്കിൽ ഈ മഴയുള്ള ദിവസം 200 എണ്ണം കാണും. കാരണം എന്തുകൊണ്ടാണ്, ഓഫർ ഉണ്ടല്ലോ, 25 രൂപ 30 രൂപ ഓഫർ ഉണ്ട്. മാത്രമല്ല മഴയില്ല, അവർക്ക് പണിയില്ല, അവർ വണ്ടി എടുത്തുണ്ടാകും. അങ്ങനെ അധികമാവും. അധികമാകുന്ന സമയത്ത് സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ ഉള്ളവന് ഓട്ടം കിട്ടുന്നില്ല, ഒരുത്തനും ഓട്ടം കിട്ടില്ല. എല്ലാവർക്കും സാധാരണ ഓഫർ ഇല്ലാത്ത ദിവസം കിട്ടുന്നതിന്റെ പകുതി മാത്രമേ കിട്ടൂ എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഓഫർ ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്നത് പോലെ വലിയ ലാഭമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇനി പറയാൻ പോകുന്ന കാര്യം, സ്വിഗ്ഗിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ആളുകൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളെ പല ഏജന്റുമാരും ചതിക്കാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ സ്വിഗ്ഗിയിലേക്ക് ഒരാളെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ ജോയിൻ ചെയ്യിക്കുന്ന ആളിന് കമ്പനി ഓഫർ ചെയ്യുന്ന 3000-4000 രൂപയൊക്കെയാണ് ഒരാൾ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. എന്തുകൊണ്ട് ഇത്രയും ഭീമമായ തുക ഓഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരുത്തനും ജോലി ചെയ്യാൻ വരില്ല, അല്ലെങ്കിൽ വന്നാൽ തന്നെ 1 മാസമോ അല്ലെങ്കിൽ 1.5 മാസമോ കഷ്ടി വർക്ക് ചെയ്തിട്ട് ഇതിൽ നിന്ന് മാറിപ്പോകും. കാരണം ഒരു കുടുംബം പോറ്റാനുള്ള വരുമാനം ഇതിൽ നിന്ന് കിട്ടില്ല. അഥവാ കുടുംബം പോറ്റാനുള്ള വരുമാനം കിട്ടണമെങ്കിൽ രാവിലെ 6 മണി മുതൽ രാത്രി 12 മണി വരെ നടുവൊടിച്ച് ഒരു ദിവസം 250 കിലോമീറ്റർ എങ്കിലും കുറഞ്ഞത് ഓടിച്ചാൽ മാത്രമേ അവന് മിച്ചം ഒരു 700-800 രൂപ കുടുംബത്തിൽ ചെലവാക്കാനായിട്ട് മിച്ചം കിട്ടും. അപ്പൊ ഈ സത്യം മനസ്സിലാക്കിയിട്ട് മിക്കവാറും ആളുകൾ ഇതിൽ നിന്ന് മാറിപ്പോകും. അങ്ങനെ ഒരു ഈ കമ്പനിക്ക് ആളെ കിട്ടാതാവും. കമ്പനിയുടെ ലക്ഷ്യം പുതിയ ആളുകളെ ഇതിലേക്ക് എത്തിക്കുക. ഇങ്ങനെ പുതിയ ആളുകളെ ഇതിലേക്ക് എത്തിക്കുമ്പോൾ എങ്ങനെയാണ് കമ്പനി ഒരാളിന് ഭീമമായ തുക ഓഫർ ചെയ്യുന്നതെന്ന് അറിയാമോ? ഒരാൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ 1500ഓളം രൂപ കമ്പനിയുടെ പോക്കറ്റിലാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളെ ആരെങ്കിലും സമീപിക്കുകയാണ്, നിങ്ങൾ സ്വിഗ്ഗിയിൽ ജോലി ചെയ്യുന്നതിന് ഫ്രീ ആണ്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ, ഈ സമയത്ത് ഫ്രീ ജോയിനിങ് ഉണ്ട്, ഇതാകുമ്പോൾ നിങ്ങൾക്കൊരു അവസരമാണ്, ഫ്രീ ആണ്, ജോയിൻ ചെയ്യൂ എന്ന് പറഞ്ഞ് നിങ്ങളെ പിടിച്ച് ഇതിനകത്തേക്കിടും. നിങ്ങൾ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്തു തുടങ്ങും. വർക്ക് ചെയ്ത് തുടങ്ങി ഒരു 2-3 ദിവസം വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ എമൗണ്ടിൽ നിന്ന് വളരെ കുറവ് വരുന്നതായിട്ട് നിങ്ങൾക്ക് സംഭവിക്കുക. നിങ്ങൾ ജോലി ചെയ്ത് അത്രയും തുക നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുന്നില്ല. നോക്കുമ്പോൾ നിങ്ങളുടെ വാലറ്റിൽ ഒന്നും അതിനെക്കുറിച്ച് യാതൊരു പുണ്ണാക്കും എഴുതിയിരിക്കില്ല. നിങ്ങളുടെ കുറച്ച് കാശ് മിസ്സാവും, 200 രൂപ 250 രൂപയൊക്കെ വെച്ച് മിസ്സാവും. അങ്ങനെ നിങ്ങൾ ഇതിനെപ്പറ്റി ചെക്ക് ചെയ്ത് അവസാനമാണ് മനസ്സിലാകുന്നത് നിങ്ങളുടെ ജോയിനിങ് ഫീസ് ശരിക്കും ഇതിൽ നിന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോയിനിങ് ഫീസ് എന്ന് പറയുന്നത് 1200 രൂപ മുതൽ 1500 രൂപ വരെയാണ് ജോയിനിങ് ഫീസ് ഈടാക്കുന്നത്. അത് ഏതൊരു വ്യക്തിയുടെ കയ്യിൽ നിന്നും കമ്പനി ഈടാക്കും. ഇതിന് പുറമെ കമ്പനി ടീഷർട്ടിന്, ബാഗിന്, മറ്റതിന്, മറച്ചതിന്, റെയിൻകോട്ടിന്, അത് ഇതിനെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് പിടുങ്ങുകയും ചെയ്യും. ഓരോ വർഷവും നിങ്ങളുടെ അക്കൗണ്ട് റിന്യൂവേഷൻ എന്ന് പറഞ്ഞിട്ട് 500 രൂപ കമ്പനി എടുക്കും. ഇങ്ങനെ എടുക്കരുത് എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം നിങ്ങൾക്ക് ആരുമായിട്ട് കോൺവെർസേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഇതിലില്ല. എന്ന് വെച്ചാൽ എല്ലാം ഒരു ആപ്ലിക്കേഷൻ വഴി മാത്രമാണ് കാര്യങ്ങൾ. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്നെ ഇതിലേക്ക് പിടിച്ചിട്ടത് ഒരാൾ ഫ്രീ ജോയിനിങ് എന്ന് പറഞ്ഞാണ്. എന്നെ അറിയാത്ത ഏതോ ഒരാൾ എന്നെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയായിരുന്നു. ഞാൻ അങ്ങനെ ഈ ജോലിക്ക് കയറി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ അക്കൗണ്ടിൽ നിന്ന് 250 രൂപ കാണാനില്ല. അപ്പൊ ഇതെവിടെ പോയി? ഒരു ഡീറ്റെയിൽസും ഇല്ല. ഇങ്ങനെ ഞാൻ എന്ത് ചെയ്തു? അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആപ്ലിക്കേഷനകത്തുണ്ട്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. ഞാൻ ആപ്ലിക്കേഷൻ എന്റെ ഒരു പ്രശ്നം റൈസ് ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു? കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ ഒരാൾ എന്നെ വിളിച്ചു. ഞാൻ ഈ പ്രശ്നം പറഞ്ഞു. അയാൾ വ്യക്തമായ മറുപടി തരാതെ വെച്ചു. ഞാൻ വിട്ടില്ല. ഞാൻ 4-5 തവണ ഈ കാർഡ് ഇങ്ങനെ റൈസ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം നിവർത്തിയില്ലാതെ അതിലൊരാൾ എടുത്തിട്ട് എന്നോട് ഇങ്ങനെ കാര്യം പറഞ്ഞു, നിങ്ങളുടെ
മുമ്പ് എപ്പോഴോ പിടിക്കാനുള്ള ഒരു കാശാണ് ഇപ്പൊ പിടിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു മുമ്പ് എപ്പോഴോ പിടിക്കാനുള്ള കാശ്. എന്താണ് അത്? നിങ്ങൾ ഇതിന്റെ ജോയിനിങ് ഫീസ് എന്ന് പറഞ്ഞൊരു ഫീസ് ഉണ്ട്. ആ ജോയിനിങ് ഫീസാണ് നിങ്ങൾ ഇത് പിടിച്ചിരിക്കുന്നത്. എത്രയാണ്? 250 രൂപ. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ജോയിനിങ് ഫീസ് 250 രൂപയേ ഉള്ളൂ, ഇത്ര എന്റെ കയ്യിൽ നിന്ന് പിടിക്കുകയുള്ളൂ? അത് ഞങ്ങൾക്കറിയില്ല. ഇനി എത്ര നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിക്കുമെന്നോ നിങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര ഇതുവരെ പിടിച്ചിട്ടുണ്ടെന്നോ ഞങ്ങൾക്ക് നോക്കാനുള്ള അവൈലബിലിറ്റി ഇല്ല. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ കഴിയില്ല. കമ്പനിക്ക് തോന്നുന്ന കാശ് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ അനുവാദമില്ലാതെ, നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ തരാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും അവർ കാശ് വലിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ അധ്വാനിച്ച്, നിങ്ങൾ മഴ നനഞ്ഞ് വെയിൽ കൊണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച കാശ്, നിങ്ങളുടെ നടു ഒടിച്ച് നിങ്ങളുടെ വണ്ടി ചീത്തയാക്കി നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച കാശ് നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കാതെ, നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തരാതെ അവർ പിൻവലിക്കും. പിൻവലിച്ചതിന് ശേഷം ഈ കാശ് കാണാതായാൽ ഈ കാശ് എവിടെ പോയി എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്ര തവണ കഷ്ടപ്പെടേണ്ടി വരും, എത്ര കാർഡ് നിങ്ങൾ റൈസ് ചെയ്യേണ്ടി വരും. അവസാനം ഇവരിങ്ങനെ ഒരു ഇൻഫർമേഷൻ തന്നാലും റിട്ടേൺ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഒരു രീതിയിലും കിട്ടൂല. എന്ന് വെച്ചാൽ ജോയിനിങ് ഫീസായിട്ട് കമ്പനി ഇത്ര രൂപ നിങ്ങളുടെ കയ്യിൽ നിന്നും പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു നോട്ടിഫിക്കേഷൻ, ഒരു തെളിവുകളും നിങ്ങൾക്ക് തരില്ല. നിങ്ങളുടെ കയ്യിൽ നിന്നും തോന്നുന്നത് പോലെ കാശ് വലിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും. പിന്നെ കമ്പനി സമർത്ഥമായിട്ട് ഇതിൽ ജോലിക്ക് വരുന്ന ഈ ചെറുപ്പക്കാരെ വഞ്ചിക്കാറുണ്ട്. ചീറ്റിംഗ്, പക്ക ചീറ്റിംഗ് എന്ന് പറയും. പ്രത്യക്ഷമായി തെളിവ് നൽകിക്കൊണ്ട് തന്നെ ചീറ്റ് ചെയ്യും. കാരണം ചോദ്യം ചെയ്യാൻ ആരുമില്ലല്ലോ. ഒരു ദിവസം എനിക്ക് വന്ന നോട്ടിഫിക്കേഷൻ, ഒരു ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ 70 രൂപ ഫ്ലാറ്റ് ഓഫർ. എന്ന് വെച്ചാൽ ഒരു ഡെലിവറിക്ക് 70 രൂപ പ്ലസ് അന്ന് എത്രയാണോ ഈ പറഞ്ഞ എക്സ്ട്രാ സർജ് എമൗണ്ട് ഉള്ളത് ആ കാശും കിട്ടും. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അന്ന് മഴയുണ്ട്. അപ്പോൾ റെയിൻ സർജായിട്ട് 25 രൂപ കിട്ടും. ഈ ഫ്ലാറ്റ് ഓഫർ അല്ലേ 70 രൂപ. അപ്പൊ 70 + 25 95 രൂപ കിട്ടും. ഞാൻ ചാടി ജോലിക്ക് ഇറങ്ങി. പക്ഷെ അന്ന് സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ കൃത്യമായി ആ കമ്പനി എന്നെ ചീറ്റ് ചെയ്തു. എനിക്ക് സാധാരണ ബേസ് പേയ്മെന്റ് മാത്രമേ കിട്ടിയുള്ളൂ. ബേസ് പേയ്മെന്റും പിന്നെ പ്ലസ് ഈ പറഞ്ഞ സർജ് ബോണസ് 25 രൂപ. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ചില ഓർഡറുകൾക്ക് ഡെലിവറിക്ക് എനിക്ക് വെറും 62 രൂപ 67 രൂപ ഒക്കെയാണ് ഡെലിവറിക്ക് കിട്ടിയത്. ഇതൊരു പക്ക ചീറ്റിംഗ് ആയിരുന്നു. ഈ ചീറ്റിങ്ങിനെ കുറിച്ച് ഞാൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും കസ്റ്റമർ കെയറിൽ കാർഡ് റൈസ് ചെയ്തു. അതും ഇതുപോലെ തന്നെ 4ാമത്തെയോ 5ാമത്തെ തവണ ഞാൻ വിടാതെ ഞാൻ കാർഡ് റൈസ് ചെയ്തുകൊണ്ടേയിരുന്നു. 4ാമത്തെയോ 5ാമത്തെ തവണ അവരെന്നോട് പറയുകയാണ്, അത് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ബേസ് പേയ്മെന്റ് ഇല്ല എങ്കിൽ ഫ്ലാറ്റ് ഓഫർ, ഇതിൽ ഏതെങ്കിലും ഒന്ന് തരുമെന്നാണ് കമ്പനി പറയുന്നതാണ്. ആ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ വലിയ ചതിയാണ്. കാരണം നമ്മളൊരു വർക്കിന് ഇറങ്ങുന്ന, ഈ ദിവസം ഇറങ്ങാൻ നോക്കുന്ന അവരെ നമുക്ക് തരുന്ന ഈ ഓഫർ നോക്കിയിട്ടാണ് അല്ലേ. ഈ ഓഫർ നോക്കിയിട്ട് 12 മണി തൊട്ട് 4 മണി വരെ നമുക്ക് ഫ്ലാറ്റ് ഓഫർ 70 രൂപ, സർജ് എമൗണ്ട് എക്സ്ട്രാ. ഒരു കോപ്പും കിട്ടിയില്ല. ആരോട് ചോദിക്കാൻ, ആരോട് പറയാൻ? ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഇങ്ങനെ ഈ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് കൃത്യമായ കിലോമീറ്റർ വേതനം കിട്ടുന്നില്ല, അല്ലെങ്കിൽ വേതനം അവർക്കത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വേതനമല്ല. എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ മിനിമം കിലോമീറ്ററിന് 9 രൂപയെങ്കിലും ഹോട്ടലിലേക്ക് പോകുന്നതിനും കൊണ്ടുപോകുന്നതിനും അങ്ങനെ വ്യത്യാസമൊന്നും ഇല്ലാതെ ഓരോ കിലോമീറ്ററിന് 9 രൂപയെങ്കിലും വെച്ച് കിട്ടിയാലല്ലാതെ ഒരു വ്യക്തിക്ക് ഈ ജോലിയിൽ നിന്നും ഒരു കാശ് മുതലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. എന്നിട്ടും എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നില്ല? എന്തുകൊണ്ട് കമ്പനി തോന്നുന്നത് പോലെ ഇവരുടെ കയ്യിൽ നിന്ന് കാശ് പിടുങ്ങുന്നു? ഓരോ ചെറിയ ചെറിയ മുട്ടാപ്പൊക്കെ ന്യായങ്ങൾ പറഞ്ഞ് ഫൈൻ അടിക്കുന്നു. ഓരോരോ മുട്ടാപ്പൊക്കെ ന്യായം പറഞ്ഞിട്ട് ഈ പറഞ്ഞ ഡെലിവറി പയ്യന്മാരെ ഈ കമ്പനി പെനാലിറ്റി അടിക്കും. 100 രൂപ 200 രൂപ അവർക്ക് കിട്ടാനുള്ള ഓഫർ കട്ട് ചെയ്യും. ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്താലും നമുക്ക് ഇവർക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ആരുമായിട്ടും നമുക്ക് നേരിട്ട് കോണ്ടാക്ട് ഇല്ല. ഇതാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു യൂണിയൻ ഇല്ല എന്നുള്ളതാണ്. ഈ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾ എല്ലാവരും തമ്മിൽ ഒരു യൂണിറ്റി ഇല്ല. ആർക്കും പരസ്പരം അറിയില്ല. ഒരു ആപ്ലിക്കേഷൻ മുഖേന ജോലിക്ക് കയറുന്നു, അങ്ങ് ജോലി ചെയ്യുന്നു, ആര് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പൊ ഇങ്ങനെ ഒരു യൂണിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിലെ ചുമട്ട് തൊഴിലാളികളെ അറിയാം അല്ലേ? അവന്മാരെ ഒന്ന് ഷർട്ടും തിറത്തി കയറ്റി നെഞ്ചു മെരിച്ച് നിന്നിട്ട് ചോദിക്കുന്ന കാശ് മേടിച്ചുകൊണ്ടു, ചോദിക്കുന്നതെന്നല്ല, ഗവൺമെന്റ് തന്നെ അവർക്ക്, നമുക്ക് സാധാരണക്കാരായ ആൾക്കാർക്ക് കൊടുക്കാൻ താങ്ങാവുന്നതിലും കൂടുതൽ തുക അവർക്ക് വേണ്ടി ഓഫർ ചെയ്യുന്നുണ്ടല്ലോ ഓരോ ചുമട്ടിറക്കിന് വേണ്ടി. ചുമട്ട് തൊഴിലാളികൾ എന്ന് പറയുന്ന വർഗം നമുക്ക് ഒരുപാട് ഉപയോഗമുള്ള ആൾക്കാരായതുകൊണ്ടാണ്. അല്ല, ഒരിക്കലും അല്ല. ഈ ചുമട്ട് തൊഴിലാളികൾ എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ ആവശ്യമൊന്നുമില്ല. ഒരു കെട്ടിടം പണി നടക്കുമ്പോൾ കെട്ടിടത്തിലെ തൊഴിലാളികൾക്ക്, അവിടെ പണിക്ക് നിൽക്കുന്ന പണിക്കാർക്ക് ഇറക്കാൻ പറ്റുന്ന സാധനം പോലും ഇവര് വന്നാണ് ഇറക്കുന്നത്. എന്തുകൊണ്ട്? ഇവരുടെ ഒരു ബലം എന്ന് പറഞ്ഞാൽ ഇവരുടെ യൂണിയൻ ബലമാണ്, പാർട്ടി സപ്പോർട്ടാണ്, അല്ലെങ്കിൽ ഒരു യൂണിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഒരു കമ്പനി ഈസി ആയിട്ട് ഒടിച്ചു കളയാം, പക്ഷെ ഒരു കൂട്ടം കമ്പനി ഓടിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് പോലുള്ള ഒരു യൂണിറ്റി അവിടെയുണ്ട്, അസോസിയേഷൻ ഉണ്ട് അവർക്ക്. അപ്പൊ ഇതാണ് ഇവർക്കില്ലാത്തത്. ഈ ഒരു യൂണിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഏതൊക്കെയോ ചെറിയ ചെറിയ സമരങ്ങൾ എവിടെയൊക്കെ നടത്തി അത് ചിന്ന ഭിന്നമായി പോയി. 1 രൂപ പോലും കമ്പനി കൂടുതൽ കൊടുത്തില്ല, ഒന്നും സംഭവിച്ചില്ല. ഇതിന്റെ കാരണം ഇവർക്കൊരു ട്രേഡ് യൂണിയൻ ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. ചോദിക്കാനും പറയാനും ഒരു പട്ടികളുമില്ല. നിങ്ങൾ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളെ ഒന്നൊരു ഉദാഹരണമാക്കി എടുത്ത് നോക്കുക. അവർക്ക് 1 കിലോമീറ്ററിന് 15 രൂപ വെച്ച് കിട്ടുന്നുണ്ട്.
എന്നിട്ടും അത് പോരാ അവർ കൂടുതൽ കാശ് മിക്കവാറും ആൾക്കാരെയും നമുക്ക്. അപ്പൊ ഇതിനൊരു തടയിടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ശ്രമിച്ചിരുന്നു ഈ ഇടയ്ക്ക്. 15 രൂപ എന്ന് പറഞ്ഞൊരു കാര്യം ഒരു ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് കാണിക്കണം, നിങ്ങൾ മീറ്റർ ഇടണം, മീറ്റർ ഇട്ടില്ല എങ്കിൽ സൗജന്യമായി യാത്ര എന്നൊക്കെ ബോർഡ് ഒട്ടിക്കണം, ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമുണ്ടായി. പക്ഷെ ഒരു പുല്ലും നടന്നില്ല, അവരൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്തുകൊണ്ടാണ്? അവർക്ക് യൂണിയൻ ഉണ്ട്, അവർ പരസ്പരം ലിങ്ക്ഡ് ആണ് അല്ലേ. അപ്പൊ അവർക്ക് ട്രേഡ് യൂണിയനുകളുണ്ട്, അവർ ഒറ്റക്കെട്ടായി നിൽക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളി ഒരു ദിവസം 100 കിലോമീറ്റർ ഓടുകയാണെന്നുണ്ടെങ്കിൽ അവൻ കൃത്യമായി ഈ 15 രൂപയെ കിലോമീറ്ററിന് വാങ്ങിച്ചുള്ളൂ എങ്കിലും അവന് 1500 രൂപ കിട്ടും. 500 രൂപ അവന്റെ വണ്ടി മെയിൻ്റെനൻസിനും ഈ ഡീസൽ ചെലവിന് വേണ്ടി മാറ്റി വെച്ചാൽ 1000 രൂപ കിട്ടും 100 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ. അപ്പൊ എന്നിട്ടും അത് അവർക്ക് പോരാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളാണ് നടക്കുന്നത്. ഓട്ടോറിക്ഷ ഓടിക്കുന്നവൻ 100 കിലോമീറ്റർ ഓടുമ്പോൾ അവന്റെ ചെലവെല്ലാം പോയിട്ട് 1000 രൂപ അവന്റെ പോക്കറ്റിൽ വീഴുമ്പോൾ, ഇവിടെ സ്വിഗ്ഗിയിൽ ഡെലിവറി ചെയ്യാൻ പോകുന്ന ഒരു യുവാവിന് 100 കിലോമീറ്റർ ഓടുമ്പോൾ അവന്റെ ചെലവും പോയിട്ട് അവന് കിട്ടുന്നത് 175 രൂപയാണ്. എന്നിട്ട് ഈയാമ്പാറ്റകളെ പോലെ യുവാക്കൾ എങ്ങനെ ഇതിലേക്ക് പാറി വീണുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ഇവരുടെ പരസ്യങ്ങളാണ്. എനിക്ക് ഇത്ര രൂപ കിട്ടി, എനിക്ക് ഇത്ര രൂപ കിട്ടി, ഇത്ര ദിവസം ഇത് കിട്ടി എന്നും പറഞ്ഞുള്ള ഇവരുടെ പരസ്യങ്ങൾ. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഓരോ ഏജന്റുമാര് പറ്റിക്കുന്നു. നമ്മുടെ ഗവൺമെന്റുകൾ അവർ തൊഴിൽ സാധ്യത നമ്മുടെ നാട്ടിൽ ഒരുക്കുന്നില്ല. വിദ്യാഭ്യാസമുള്ളവന് അവന് അർഹമായ തൊഴിൽ കൊടുക്കാൻ കഴിയുന്നില്ല. 1000 പേര് നല്ല വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുമ്പോൾ അതിലൊരു 10 പേർക്ക് പോലും തൊഴിൽ കൊടുക്കാനുള്ള അവസരങ്ങൾ ഗവൺമെന്റ് സെക്ടറിനില്ല. അപ്പൊ പിന്നെ ഒരു ദിവസം ഒരു 1000 രൂപ വരുമാനം കിട്ടുന്ന ജോലി ഏത് എന്ന് അന്വേഷിക്കുമ്പോൾ പുറത്ത് കൂലിപ്പണിക്ക് പോകേണ്ടി വരും. അല്ലാതെ നമ്മുടെ നാട്ടിൽ വേറെ ഏത് മൊബൈൽ കടകളിലോ കമ്പനികളിലോ എവിടെ ചെന്ന് നിന്നാലും ചിലപ്പോൾ ഒരു ദിവസം 500 രൂപ 600 രൂപയിൽ കൂടുതൽ കിട്ടില്ല. അങ്ങനെ വരും. അത് എത്ര ദിവസം സമയം? രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെ നിൽക്കണം. അങ്ങനെ വരുമ്പോൾ യുവാക്കൾ അന്വേഷിക്കുന്നു ഏത് ജോലിയുണ്ട്, കൂലിപ്പണി, കൊത്തപ്പണി. ഒരു 1-ാം ക്ലാസ് പോലും വിദ്യാഭ്യാസം ആവശ്യമില്ലാത്ത ആളുകൾ ചെയ്യേണ്ട ഒരു ലേബർ ഡിഗ്രി പഠിച്ചവനും MA പഠിച്ചവനും ചെയ്യേണ്ടി വരുന്നു അല്ലെ, ഒരു ദിവസം 1000 രൂപ കിട്ടണമെങ്കിൽ. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു കാര്യം ചിന്തിച്ച് മനസ്സ് മടിച്ച് തേർഡ് പാർട്ടി ഓപ്ഷനായിട്ട് അവർ കണ്ടെത്തുന്നതാണ് ഈ പരസ്യങ്ങളിലൂടെ. എനിക്ക് 1500 കിട്ടി, 1600 കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പരസ്യങ്ങളിലൂടെ പോയി പയ്യന്മാർ ഇതിൽ ചെയ്യാൻ പാറ്റ പോലെ വീഴും. ഈ തൊഴിൽ മന്ത്രി എന്ന് പറയുന്ന ചില കിണകൾ ഇവിടെ നമ്മുടെ നാട്ടിലുണ്ട്, ഒരു ഉപയോഗമില്ലാത്ത മുണ്ണകൾ. ഗവൺമെന്റിനോ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്നില്ല, തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇതുപോലുള്ള കമ്പനികൾ ഇവിടെ തൊഴിലവസരങ്ങളുമായിട്ട് വരുമ്പോൾ ആ അവസരങ്ങളെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ വിനിയോഗിക്കാനായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ ഇവിടുത്തെ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല അല്ലെ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സത്യം. തൊഴിൽ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ ഉൾപ്പെടെ, ഞാനിങ്ങനെ പാർട്ടി എന്നും പറയുന്നില്ല, കേരളമെന്നും കേന്ദ്രമെന്നൊന്നും പറയുന്നില്ല, കേരളവും കേന്ദ്രവും ഉൾപ്പെടെ എല്ലാ സിസ്റ്റവും ഈ പറയുന്ന വൻകിട കുത്തക കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നഗ്ന സത്യം എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു ഡെലിവറി ബോയ് 100 കിലോമീറ്റർ ഓടി അവൻ 575 രൂപ ഉണ്ടാക്കിയാൽ അവന്റെ പോക്കറ്റിലേക്ക് വരുന്നത് വെറും 175 രൂപയാണ്. ബാക്കി 400 രൂപ അവന് ചെലവാണെന്നുള്ളൊരു സത്യം മനസ്സിലാക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. 1500 രൂപയ്ക്ക് ഞാൻ ജോലി ചെയ്തെന്നൊക്കെ ഓരോരുത്തരും പറയുമ്പോൾ അവന്റെ കയ്യിൽ കിട്ടുന്നത് വെറും 500 രൂപയാണെന്ന് മാത്രമല്ല, വലിയൊരു മനുഷ്യാവകാശ ലംഘനം ഇവിടെ നടക്കുകയാണ്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ സ്വന്തം കാര്യം എന്ന് പറയുന്ന ലോക സംഘടനകളുടെ തന്നെ ഈ ആശയത്തെ ചോദ്യം ചെയ്യുകയാണ് ഇവിടെ. ഒരുത്തന് ഒരു ദിവസം ഒരു 500-600 രൂപ വരുമാനം ഉണ്ടാക്കണമെങ്കിൽ, സ്വന്തം ഏണിങ്സ് ഉണ്ടാക്കണമെങ്കിൽ അവൻ 12, 16, 17 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു ദയനീയാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇത് കൃത്യമായ ചൂഷണമാണ്. നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മയെ ഇതുപോലുള്ള കുത്തക കമ്പനികൾ നമ്മുടെ തന്നെ ഗവൺമെന്റിന്റെ സപ്പോർട്ടോടുകൂടി ഇവിടുത്തെ ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും. സാധാരണക്കാരായ തൊഴിലില്ലാത്ത യുവതലമുറയെ ഈ കമ്പനി ചൂഷണം ചെയ്യുന്നത് നമ്മുടെ ഗവൺമെന്റുകൾ നോക്കിക്കൊണ്ടേ നിൽക്കുന്നു. എന്തുകൊണ്ടാണ് ഒരു പ്രതികരണം ഉണ്ടാകാത്തത് എന്ന് മനസ്സിലാകുന്നില്ല. ഇതിനെതിരെ ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല, ഇതിനു വേണ്ടിയിട്ട് ഒരു യൂണിയൻ ഉണ്ടാകുന്നില്ല. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ, ചെറുപ്പക്കാരുടെ പ്രതികരണശേഷി മൊത്തത്തിൽ നശിച്ചു പോയോ എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. എന്നെ സംബന്ധിച്ച് പ്രശ്നമില്ല, ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. എനിക്ക് ഒരു മാസം ഒരു 3-4 വർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് സുഖമായിട്ട് ജീവിച്ചു പോകാം. ഞാൻ ഒരു മാസം ഉണ്ടെങ്കിൽ 30 ദിവസത്തിൽ 25 ദിവസവും ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു അഡീഷണൽ വരുമാനം എന്ന രീതിയിൽ എന്നെപ്പോലുള്ള പോകുന്ന ആളുകളല്ല ഇത് ബാധിക്കുന്നത്. ഒരു ജീവിതം കരിപ്പടിപ്പിക്കാം അല്ലേ, നമുക്കൊരു ജീവിത മാർഗം ഇതുവഴി ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് ഇതിലേക്ക് വന്നിറങ്ങുന്ന യുവാക്കളുടെ ഹൃദയം തകർന്നായിരിക്കും ഇവരിത് മതിയാക്കി പോകുന്നത്. അപ്പൊ ഇതൊരു പാർട്ട് ടൈം ജോലിയായിട്ട് എന്ന് വെച്ചാൽ ജസ്റ്റ് എനിക്ക് ഒരു ദിവസം 200-300 കിട്ടിയാൽ അല്ലെങ്കിൽ 100-150 അല്പ ചെലവിന് കിട്ടിയാൽ വെറുതെ ഇരുന്ന് മുഷിക്കുന്ന എനിക്ക് വെറുതെ കറങ്ങാനായിട്ട് ഒരു ചെലവിന് പെട്രോളും കിട്ടുന്ന ഒരല്പം കാശും കിട്ടുന്നത്, ഇങ്ങനെ ചിന്തിച്ച്
ഇറങ്ങുന്നവരല്ലാതെ ഒരൊറ്റ മനുഷ്യര് ഈ പറയുന്ന പണികൾക്ക് ഇറങ്ങരുത്. നിങ്ങൾ വഞ്ചിതരാകരുത്. ഇവിടുത്തെ കേരളത്തിലെ ഇന്ത്യയിലെ സിറ്റുവേഷൻ മാത്രമാണ് കേട്ടോ. ചിലപ്പോൾ ലണ്ടനിലും അമേരിക്കയിലും കാനഡയിലൊക്കെ ഇതുപോലുള്ള ഈ കാർഗോ യൂണിറ്റുകളിൽ, ഫുഡ് ഡെലിവറി യൂണിറ്റുകളിൽ ജോലി ചെയ്ത് സുഖമായിട്ട് ജീവിതം കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. കാരണം എന്താണ്? അവിടേക്ക് ആ രാജ്യത്തേക്ക് ഗവൺമെന്റ് പക്കയാണ്, സപ്പോർട്ടാണ്. നിങ്ങൾ ഇത്ര രൂപ നിങ്ങൾ കണിശമായിട്ടും പെർ കിലോമീറ്ററിന് ഇന്ന ആളിന് കൊടുത്തേക്കണമെന്ന് നിയമമുണ്ട് അവിടെ. അല്ലെ, എൻ്റെ ഒരു സുഹൃത്ത് ന്യൂസിലൻഡിൽ ഫുഡ് കാർഗോയിൽ വർക്ക് ചെയ്യുന്നവനാണ്. എന്താ വെച്ചാൽ സെയിം ജോലിക്ക് അവിടെ ഉണ്ട് ഈ സെറ്റപ്പ് ഒക്കെ. പക്ഷേ അവൻ സുഖമായി ജീവിക്കണം. ഒരു 6-8 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവന് ജീവിക്കാനുള്ള കാശ് കിട്ടുന്നു. യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ കാശും കിട്ടുന്നുണ്ട്, ഏണിങ്സും കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള ഈ പറയുന്നത് പോലെ ഈ ജനങ്ങൾക്ക് യാതൊരു ഉപകാരവും കൊടുക്കാൻ താല്പര്യമില്ലാത്ത ഡൂക്കിലി ഗവൺമെന്റുകൾ ഉള്ള നാട്ടിൽ ഇങ്ങനെയൊക്കെ പറ്റൂ എന്ന് നമുക്ക് സമാധാനിക്കാം. അപ്പോൾ അവസാനമായിട്ട് പറയാനുള്ളത്, ഇതിലേക്ക് ചാടി വന്നിട്ട് ഇപ്പോൾ 1500 2000 കൊണ്ട് പൊക്കളയാന്ന് വിചാരിച്ചുകൊണ്ട് ഒരൊറ്റ പയ്യന്മാർ ഇതിലോട്ട് വരരുത്. നിങ്ങൾക്ക് 1500 കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 16 മണിക്കൂർ കഷ്ടപ്പെട്ട് നിങ്ങളെ നടു ഒടിച്ച് ജോലി ചെയ്യണം. അവസാനം നടു ഒടിഞ്ഞ് വീട്ടിൽ ബെൽറ്റിട്ട് കിടക്കുമ്പോൾ ഒരു കമ്പനിക്കാരനും കൊണ്ടുവന്ന് 1 രൂപയും നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾ ഞാൻ വരുന്നത് പോലെ വെറുതെ ഒരു ഇൻട്രസ്റ്റിന് വെറുതെ 2-3 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂറൊക്കെ ആഴ്ചയിൽ 1-2 ദിവസം ജോലി ചെയ്യാമെന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഇതിലൊക്കെ ചേർന്നാൽ കുഴപ്പമില്ല. അല്ലാതെ ജീവിതം ഒന്ന് കെട്ടിപ്പടുക്കാം, അല്ലേ, 1500 ഇപ്പൊ കിട്ടും എന്നൊക്കെ ചിന്തിച്ചിട്ട് നിങ്ങൾ ഇതിലേക്ക് വരരുത്. നിങ്ങൾക്ക് വളരെ നിരാശയും ഫ്രസ്ട്രേഷനും ശാരീരികമായും മാനസികമായും ഒക്കെ ബുദ്ധിമുട്ടുകൾ കിട്ടുന്നതല്ലാതെ ഒരു പുല്ലും ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. ഭാവിയിൽ എന്തെങ്കിലും നമ്മുടെ ഗവൺമെന്റുകൾക്ക്, നമ്മുടെ ജനപ്രതിനിധികൾക്ക് കണ്ണ് തുറന്ന് ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, പുതിയ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് ഈ ഒരു സംരംഭത്തെ ഉപയോഗപ്രദമാക്കാമെന്ന് അവർക്ക് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അന്ന് വന്ന് ജോലി ചെയ്യൂ. അതുവരെയും നിങ്ങൾ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. വേറെ എന്തെങ്കിലും കെട്ടിടപ്പണിക്കോ വല്ല കിളയ്ക്കാനോ വല്ല ഓട വാരാനോ അങ്ങനെ എന്തിനെങ്കിലും നിങ്ങൾ പൊക്കോളൂ. അല്ലാതെ ഗവൺമെന്റുകൾ ഇവിടെ വേറെ ജോലികളൊന്നും നിങ്ങൾക്ക് വേണ്ടി സാധ്യതകളൊന്നും ഒരു ദിവസം 1000 രൂപ കിട്ടുന്ന ഒരു ജോലി സാധ്യത ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഈ സാമാനത്തിൽ നിന്നും നിങ്ങൾക്കത് കിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.